Welcome to my channel Magical Mix. നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ ചികയുകയാണ് ഫുഡ് സ്റ്റോറി എന്ന ഈ സെഗ്മെന്റിലൂടെ. മലയാളികൾ ഒരു ഹോട്ടലിൽ ചെന്നാൽ ആദ്യം ഓർഡർ ചെയ്യുന്നത് എന്തായിരിക്കും? ചേട്ടാ, 2 പൊറോട്ടയും കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്തോട്ടെ. അതെ, പൊറോട്ട. നമുക്ക് പൊറോട്ടയ്ക്ക് പിന്നിലെ ചരിത്രവും മിത്തും എല്ലാം ഒന്ന് തികഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് പൊറോട്ടയുടെ ചരിത്രത്തിൽ നിന്ന് തുടങ്ങാം. പൊറോട്ട എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് പൊരിച്ചെടുക്കുന്നത് എന്ന അർത്ഥം വരുന്ന പൊരി എന്ന വാക്കിൽ നിന്നാണ്. പൊറോട്ടയുടെ ഉത്ഭവത്തെപ്പറ്റി പല തിയറീസും പറയുന്നുണ്ട്. അതിൽ പോപ്പുലറായിട്ടുള്ള 4 തിയറീസാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. സിലോണിൽ, ഇപ്പോഴത്തെ ശ്രീലങ്കയിൽ ജാഫ്ന എന്ന സ്ഥലത്ത് ഉത്ഭവിച്ച സിലോൺ പൊറോട്ട എന്ന പലഹാരത്തെ തമിഴ് കുടിയേറ്റ തൊഴിലാളികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും അതിവിടെ വ്യാപക പ്രചാരം നേടുകയും അതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇന്നത്തെ പൊറോട്ട എന്നതാണ് ആദ്യത്തെ തിയറി. മറ്റൊരു തിയറി പറയുന്നത് പുരാതന ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന റൊട്ടിക്ക് സമാനമായ ഒരു പലഹാരത്തിൽ നിന്നും പരിണമിച്ചുണ്ടായതാണ് നമ്മുടെ പൊറോട്ട എന്നതാണ്. മുഗൾ കാലഘട്ടത്തിൽ അവർ ഇഷ്ടപ്പെട്ടിരുന്ന നാൻ, കുൽച്ച എന്നിവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത പലഹാരമാണ് പൊറോട്ട എന്നതാണ് മൂന്നാമത്തെ തിയറി. കൂടുതൽ പേരും വിശ്വസിക്കുന്നത് അറബികൾ കേരളത്തിൽ കച്ചവടത്തിനെത്തിയപ്പോൾ അവരുടെ റൊട്ടിക്ക് സമാനമായ ഒരു പലഹാരത്തിൽ നിന്നും നമ്മുടെ മലബാറിൽ ഉണ്ടാക്കിയെടുത്തതാണ് പൊറോട്ട എന്നതാണ്. ഇതിൽ ഒരു തിയറിക്കും ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല. നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് പറാത്തയും പൊറോട്ടയും ഒന്നാണെന്നാണ്. പക്ഷേ അല്ല, രണ്ടും രണ്ടാണ്. പറാത്ത ഉണ്ടാക്കുന്നത് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഗോതമ്പ് കുഴച്ച് ഉരുട്ടി പരത്തി എണ്ണയിൽ ചുട്ടെടുക്കുന്നു. പൊറോട്ട ഉണ്ടാക്കുന്നത് മൈദാമാവ്, പാല്, ഉപ്പ്, പഞ്ചസാര എന്നിവ ചേർത്ത് കുഴച്ച് മാറ്റിവെക്കുന്നു. ഈ മാവെടുത്ത് ഉരുളകളാക്കി അടിച്ച് പരത്തി എണ്ണയിൽ ചുട്ടെടുക്കുന്നു. ഉത്തരേന്ത്യയിലാണ് പൊറോട്ട കൂടുതലും കാണപ്പെടുന്നത്. പൊറോട്ടയുടെ 15ഓളം വെറൈറ്റീസ് ഇപ്പോൾ നിലവിലുണ്ട്. പൊറോട്ടയെപ്പറ്റി ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന മിത്താണ് പൊറോട്ട ഒരു അൺഹെൽത്തി ഫുഡാണ്, അതൊരിക്കലും കഴിക്കാൻ പാടില്ല എന്നത്. നമുക്ക് അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ഫുഡ്സ് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫ്രൈഡ് ചിക്കൻ ഒരു പീസിൽ 500 കലോറി വരെ ഉണ്ടാവും. ഒരു സ്ലൈസ് പിസ്സയിൽ 400 കലോറി വരെ ഉണ്ടാവും. ഒരു പൊറോട്ടയിൽ 300 കലോറി വരെ ഉണ്ടാവും. അതിനാൽ മറ്റു ഫാസ്റ്റ് ഫുഡുകളിൽ അപേക്ഷിച്ച് നോക്കിയാൽ പൊറോട്ട അത്ര അപകടകാരിയല്ല എന്ന് പറഞ്ഞെങ്കിലും ദിവസവും കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമല്ല പൊറോട്ട. കാരണം അധികമായാൽ അമൃതം വിഷം എന്നാണല്ലോ. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ആട്ടയിൽ നിന്നും റിഫൈൻ ചെയ്തെടുക്കുന്ന മൈദയിൽ നിന്നാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷ്യൻസ് ഒന്നുമില്ല പൊറോട്ടയിൽ. ഫൈബർ കണ്ടൻസും കുറവാണ്. കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ മാസത്തിലൊരിക്കൽ മിതമായി കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പൊറോട്ടയും ബീഫും ഇഷ്ടപ്പെടാത്ത മലയാളികൾ കുറവായിരിക്കും. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. പൊറോട്ട ചിക്കൻ കറി, പൊറോട്ട സാമ്പാർ, പൊറോട്ട ചമ്മന്തി, അങ്ങനെ മലയാളികൾ എന്തിനോടും പൊറോട്ട മെയിൻ ഡിഷാക്കും. കോയിൻ പൊറോട്ട, കുത്തു പൊറോട്ട, നൂൽ പൊറോട്ട, അങ്ങനെ പല വെറൈറ്റീസ് പൊറോട്ട നിലവിലുണ്ട്. ഒരു പാചകക്കാരൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് അടിയും ഇടിയും ഒക്കെ സഹിച്ചാണ് ഒരു സ്വാദിഷ്ടമായ പൊറോട്ട ഉണ്ടായി വരുന്നത്. അതുപോലെ തന്നെ ഇത്രയൊക്കെ പ്രതിസന്ധികൾ സഹിച്ചാലും അവസാനം മറ്റുള്ളവർക്ക് സ്വാദുള്ളതാവട്ടെ നമ്മുടെ ജീവിതവും. ഓക്കെ ഗൈസ്, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ പൊറോട്ട ഇഷ്ടപ്പെടുന്ന ചങ്കിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.